HSN and SAC under Goods and Service Tax. Harmonized System of Nomenclature and Service Accounting Code. ഇത് രണ്ടും ജി എസ് ടിയിൽ എങ്ങനെയാണ് വരുന്നതെന്നുള്ളതാണ്. HSN എന്ന് പറയുന്നത് ഗുഡ്സിൻ്റെ കോഡാണ്. സാക്ക് എന്ന് പറയുന്നത് സർവീസിൻ്റെ കോഡാണ്. Harmonized System of Nomenclature HSN. It was developed by the World Customs Organization WCO with the vision of classifying the goods all over the world in a systematic manner. ലോകത്തുള്ള ഗുഡ്സിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് HSN കോഡ്, ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമെൻക്ലച്ചർ എന്നുള്ളത്. HSN contains 6-digit uniform code that classified as 5000 plus product and which is acceptable worldwide. അത് HSN കോഡിൽ 6-digit കോഡാണുള്ളത്. അതിൽ 5000 പ്ലസ് പ്രൊഡക്റ്റിന് ഇങ്ങനെ കോഡ് കൊടുത്തിട്ടുണ്ട്. അത് വേൾഡ് തലത്തിൽ ആക്സെപ്റ്റബിൾ ആണ്. HSN code used for taxation purposes and for determining the quantum of item traded or imported through a nation. HSN കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ ഉദ്ദേശം, പർപ്പസ്, അത് ഉപയോഗിക്കുന്നത് ടാക്സേഷൻ പർപ്പസിനും അതേപോലെ ക്വാണ്ടം ഓഫ് ദി ട്രേഡ്, ഒരു രാജ്യത്ത് ഒരു പ്രൊഡക്റ്റ് എത്ര യൂണിറ്റ് ഇമ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് തീരുമാനിക്കാനും HSN കോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ക്വാണ്ടം ഓഫ് ഐറ്റം എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. ഓരോ രാജ്യത്തും ചില പ്രൊഡക്റ്റ് ഇത്ര ക്വാണ്ടിറ്റിയെ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ എത്ര ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ലിമിറ്റ് ഉണ്ട്. അതിനാണ് ക്വാണ്ടം ഓഫ് ഐറ്റം ട്രേഡഡ് എന്ന് പറയുന്നത്. ലിമിറ്റ് എന്ന് പറയുമ്പോൾ നെസസറി ഗുഡ്സ് ആണെങ്കിൽ എല്ലാ രാജ്യത്തും അവൈലബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റി ലിമിറ്റ് വെക്കുന്നത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ അണ്ടറിലാണ് അത്. ഈ ക്വാണ്ടം ഓഫ് ഒക്കെ നിശ്ചയിക്കുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ്. HSN കോഡ് ഫോർ GST ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ GSTയിൽ HSN കോഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതാണ്. In India, HSN is more detailed classification that added another 2-digit to the 6-digit structure. നമ്മൾ പറഞ്ഞു HSN കോഡിന് WCO വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ കൊടുത്തിട്ടുള്ളത് 6-digit സ്ട്രക്ചറാണ്. ഇന്ത്യയിൽ അതിലേക്ക് 2 ഡിജിറ്റും കൂടി ആഡ് ചെയ്തിട്ട് 8 ഡിജിറ്റാണ് ടോട്ടൽ ഉള്ളത്. അത് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. There is a requirement to mention HSN code of item in tax invoice under GST. ഇന്ത്യയിൽ GST പ്രകാരമുള്ള ഇൻവോയ്സിൽ HSN കോഡ് കൊടുക്കൽ നിർബന്ധമാണ്. നെക്സ്റ്റ് ആണ് പ്രൊവിഷൻ റിലേറ്റഡ് ടു HSN അണ്ടർ GST. HSNസിൻ്റെ GSTയിൽ പ്രൊവിഷൻസ് ആണ് HSN കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട്. The government has given some relief to small tax payers with annual turnover up to 1.5 crore in the preceding financial year need not be required to mention HSN code in their tax invoice. 1.5 crore കുറവാണ് ആനുവൽ ടേൺ ഓവർ എങ്കിൽ ഒരു ടാക്സ് പേയറെ ആനുവൽ ടേൺ ഓവർ 1.5 crore കുറവാണ് കഴിഞ്ഞ വർഷത്തെ ആനുവൽ ടേൺ ഓവർ എങ്കിൽ അവർ HSN കോഡ് ടാക്സ് ഇൻവോയ്സിൽ നിർബന്ധമില്ല. HSN കോഡ് ഇൻവോയ്സിൽ നിർബന്ധമാണ് നേരത്തെ പറഞ്ഞു. പക്ഷേ 1.5 crore താഴെയുള്ളവർക്ക് ചില എക്സെപ്ഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞു അവർക്ക് കോമ്പോസിറ്റ് സ്കീമാണ്. അവരുടെ ടേൺ ഓവറിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് GST അടച്ചാൽ മതി. അതുകൊണ്ട് HSN കോഡ് അവർക്ക് നിർബന്ധമില്ല 1.5 crore കുറവാണെങ്കിൽ. നെക്സ്റ്റ്, ടാക്സ് പേയേഴ്സ് ഹാവിങ് ടേൺ ഓവർ എക്സീഡിങ് 1.5 crore but up to 5 crore will be required to mention only 2 digit of HSN code. 1.5 crore 5 crore
ഇടയിലാണെങ്കിൽ അവരുടെ ടേൺ ഓവർ ഇത് രണ്ടിൻ്റെ ഇടയിലാണെങ്കിൽ അവർ 2 ഡിജിറ്റ് ടോട്ടൽ 6 ഡിജിറ്റിൽ 2 ഡിജിറ്റ് മാത്രം മെൻഷൻ ചെയ്താൽ മതി. നെക്സ്റ്റ് ആണ് ടാക്സ് പേയേഴ്സ് ഹാവിംഗ് ടേൺ ഓവർ എക്സീഡിങ് ₹5 crore വിൽ ബി റിക്വയർഡ് മെൻഷൻ 4 ഡിജിറ്റ് ഓഫ് HSN കോഡ്. 5 crore കൂടുതലാണ് ടേൺ ഓവർ എങ്കിൽ അവർ 4 ഡിജിറ്റ് മെൻഷൻ ചെയ്യണം. അപ്പോൾ എത്രയാണ് അതിൻ്റെ പ്രൊവിഷൻ? 1.5 crore കുറവാണ് ആനുവൽ ടേൺ ഓവർ എങ്കിൽ അവർ HSN കോഡ് ടാക്സ് ഇൻവോയ്സിൽ മെൻഷൻ ചെയ്യേണ്ടതില്ല. ഇനി 1.5 crore-ൻ്റെയും 5 crore-ൻ്റെയും ഇടയിലാണെങ്കിൽ 2 ഡിജിറ്റ് മെൻഷൻ ചെയ്യണം. 5 crore കൂടുതലാണെങ്കിൽ 4 ഡിജിറ്റ് HSN കോഡിൻ്റെ 4 ഡിജിറ്റാണ് മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് പ്രൊവിഷൻസ് റിലേറ്റഡ് ടു HSN അണ്ടർ GST. നെക്സ്റ്റ് ആണ് HSN കോഡ് സ്ട്രക്ചർ. The HSN code structure contains 21 sections with 99 chapters, about 1,244 headings and 5,224 slab rating. HSN കോഡിൽ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൽ 21 സെക്ഷൻസ് ഉണ്ട്, 21 ഏരിയാസ് ഉണ്ട് വിത്ത് 99 ചാപ്റ്റേഴ്സ്. ആ 21 സെക്ഷന് 99 ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 1,244 ഹെഡിങ്സ് ഉണ്ട് ആൻഡ് 5,224 സ്ലാബ് റേറ്റിംഗ് ഉണ്ട്. ഈച്ച് സെക്ഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 ചാപ്റ്റേഴ്സ്. Each chapter is divided into headings and each headings is divided into subheading. അതായത് ഓരോ സെക്ഷനും 2 ചാപ്റ്റർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓരോ ചാപ്റ്ററിലും ഹെഡിങ്ങും ഉണ്ട്, സബ് ഉണ്ട്. സെക്ഷൻ ആൻഡ് ചാപ്റ്റേഴ്സ് ടൈറ്റിൽ ഡിസ്ക്രൈബ് ബ്രോഡ് കാറ്റഗറി ഓഫ് ഗുഡ്സ്. ഒരു സെക്ഷൻ്റെ ഹെഡിങ് അല്ലെങ്കിൽ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ ഉദ്ദേശിക്കുന്നത് ഏത് കാറ്റഗറിയിലുള്ള ഗുഡ്സ് ആണെന്നുള്ളതാണ്. വൈൽ ഹെഡിങ് ആൻഡ് സബ് ഹെഡിങ്സ് ഡിസ്ക്രൈബ് പ്രൊഡക്റ്റ് ഇൻ ഡീറ്റെയിൽസ്. ഹെഡിങ്ങും സബ് ഹെഡിങ്ങും പ്രൊഡക്റ്റ് ഡീറ്റെയിൽഡായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഏത് തരം പ്രൊഡക്റ്റാണ് എന്നുള്ളതാണ് ആ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫസ്റ്റ് 2 ഡിജിറ്റ് റെപ്രസെൻറ്റ് ദ ചാപ്റ്റർ നമ്പർ. 6 ഡിജിറ്റ് HSN കോഡിൽ ഫസ്റ്റ് 2 ഡിജിറ്റ് ഉദ്ദേശിക്കുന്നത് ചാപ്റ്ററിൻ്റെ നമ്പറാണ്. നെക്സ്റ്റ് 2 ഡിജിറ്റ് റെപ്രസെൻറ്റ് ദ ഹെഡിങ് നമ്പർ. ഹെഡിങ് ഏത് ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ വരുന്നതാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് 2 ഡിജിറ്റ് പറഞ്ഞു. ഫൈനൽ ലാസ്റ്റ് 2 ഡിജിറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് കോഡ്. പ്രൊഡക്റ്റിൻ്റെ കോഡാണ് നെക്സ്റ്റ് 2 ഡിജിറ്റ്. ഇന്ത്യ ഹാസ് 2 more ഡിജിറ്റ് ഫോർ എ ഡീപ്പർ ക്ലാസിഫിക്കേഷൻ. 2 അധിക ഡിജിറ്റ് ഉണ്ട്. ഇന്ത്യയിൽ 8 ഡിജിറ്റ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആ 2 ഡിജിറ്റ് ഉദ്ദേശിക്കുന്നത് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഏത് തരം മെറ്റീരിയലാണ് യൂസ് ചെയ്തതെന്നുള്ളത് മെൻഷൻ ചെയ്യാനാണ് സാധാരണഗതിയിൽ ഈ 2 ഡിജിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 6 ഡിജിറ്റിൽ 2 ഡിജിറ്റ് ചാപ്റ്റർ നമ്പറാണ്. നമ്മൾ ആദ്യം പറഞ്ഞു 99 ചാപ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 99 ചാപ്റ്ററിൻ്റെ എത്രാമത്തെ ചാപ്റ്ററാണെന്ന് സൂചിപ്പിക്കാനാണ് ഫസ്റ്റ് 2 ഡിജിറ്റ്. പിന്നെ ഓരോ ചാപ്റ്ററിലും ഒരുപാട് ഹെഡിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഹെഡിങ്ങിൻ്റെ നമ്പർ സൂചിപ്പിക്കാനാണ് നെക്സ്റ്റ് 2 ഡിജിറ്റ്. പ്രൊഡക്റ്റിൻ്റെ കോഡാണ്. ആ ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന പ്രൊഡക്റ്റിൻ്റെ നമ്പറാണ്, കോഡാണ് ലാസ്റ്റ് 2 ഡിജിറ്റ്. നെക്സ്റ്റ് ആണ് സർവീസ് അക്കൗണ്ടിംഗ് കോഡ് ഇൻ GST. സർവീസ് അക്കൗണ്ടിംഗ് കോഡ്. കോഡ് ഫോർ സർവീസ് ആർ കോൾഡ് സർവീസ് അക്കൗണ്ടിംഗ് കോഡ്. HSN നമ്മൾ പറഞ്ഞു പ്രൊഡക്റ്റ് ഗുഡ്സിൻ്റെ കോഡാണ്. എന്നാൽ SAC അഥവാ സർവീസ് അക്കൗണ്ടിംഗ് കോഡ് എന്നുള്ള സർവീസിന് വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ കൊടുത്തിട്ടുള്ള കോഡാണ്. ദ ഫസ്റ്റ് 2 ഡിജിറ്റ് ആർ സെയിം ഫോർ ഓൾ സർവീസസ്. എല്ലാ സർവീസസിനും ഫസ്റ്റ് 2 ഡിജിറ്റ് സെയിം ആണ്, 99 ആണ് എല്ലാ സർവീസിൻ്റെയും ഫസ്റ്റ് 2 ഡിജിറ്റ്.
നെക്സ്റ്റ് 2 ഡിജിറ്റ് റെപ്രസെൻറ്റ് ദ മേജർ നേച്ചർ ഓഫ് സർവീസ്. ഇൻ ദിസ് കേസ് മാത്രം മതി. ദ നെക്സ്റ്റ് 2 ഡിജിറ്റ് റെപ്രസെൻറ്റ് ദ മേജർ നേച്ചർ ഓഫ് സർവീസ്. സർവീസിൻ്റെ പ്രധാനപ്പെട്ട നേച്ചറാണ്, ആ സർവീസിൻ്റെ പർട്ടിക്കുലർ സർവീസിൻ്റെ പ്രധാനപ്പെട്ട നേച്ചറാണ് നെക്സ്റ്റ് 2 ഡിജിറ്റ് ഉദ്ദേശിക്കുന്നത്. ദ ലാസ്റ്റ് 2 ഡിജിറ്റ് റെപ്രസെൻറ്റ് ഡീറ്റെയിൽഡ് നേച്ചർ ഓഫ് സർവീസ്. ലാസ്റ്റ് 2 ഡിജിറ്റ് ഉദ്ദേശിക്കുന്നത് സർവീസിൻ്റെ ഡീറ്റെയിൽഡ് നേച്ചറാണ്. അതായത് ആദ്യത്തേത് 99 എല്ലാത്തിനും കോമൺ ആണ്. നെക്സ്റ്റ് 2 ഡിജിറ്റ് മേജർ നേച്ചറാണ്, പ്രധാനപ്പെട്ട നേച്ചറാണ്. മറ്റുള്ള നേച്ചേഴ്സാണ് ലാസ്റ്റ് 2 ഡിജിറ്റിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് സർവീസ് അക്കൗണ്ടിങ് കോഡ്. ഇപ്പോൾ 2 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. സർവീസ് അക്കൗണ്ടിങ് കോഡ് സാക്കും HSNഉം, ഹാർമോണൈസ്ഡ് സിസ്റ്റം ഫോർ നോമൻക്ലച്ചർ. HSN പ്രൊഡക്റ്റിനാണ്, സാക്ക് സർവീസിനാണ്. ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.